അസ്സലാമു അലൈക്കും. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് പരിശുദ്ധമായിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വർഷം നമ്മളുടെ കൂടെ ഈ ഷഅബാനിലും റജബിലും റമളാനിലുമുള്ള ഒരുപാട് ആളുകൾ ഇന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഉച്ചവർ ഉടയവർ നമ്മുടെ അറിവിലുള്ള ആളുകൾ കുടുംബക്കാർ പെട്ടെന്നായും അല്ലാതെയും പലതരക്കും മരണപ്പെട്ട് ഇന്ന് 6 അടി മണ്ണിൻ്റെ ചോട്ടിലാണ്. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ദ്വായിരിക്കണം എന്നീ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവരുടെ ആ ഒരു ഖബർ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അതെല്ലാം മാറ്റിക്കൊടുത്ത് അത് സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്നീ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു. പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അപകട മരണത്തെ തൊട്ടും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും കാക്കട്ടെ. ഇൻഷാ അള്ളാഹ്. ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുമോയെന്നറിയില്ല. നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പെട്ടെന്ന് മരണപ്പെടുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കളിച്ചും ചിരിച്ചും തലേ ദിവസം വരെ നമ്മളുടെ കൂടെ നടന്നിട്ട് പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ക്ഷീണം കുഴക്ക് അത് വന്നു മരണപ്പെട്ടു. ഇതാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഒരുപാട് കേൾക്കുന്ന വാർത്തകൾ. ഇന്നലെയായിട്ട് ഇവിടെയും ഞങ്ങളുടെ നാട്ടിലും ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒരു കുഴപ്പവും ഉണ്ടാകാതെ ഇരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളാണെങ്കിലും അതേപോലെ തന്നെ ജോലിക്ക് പോകുന്ന മറ്റാളുകളാണെങ്കിലും ഇത്തരത്തിൽ പടച്ചോൻ്റെ പരിപൂർണമായിട്ടുള്ള കാവലോടുകൂടെ ജോലിയൊക്കെ കഴിഞ്ഞ് തൻ്റെ മക്കളുടെയും ഭാര്യയുടെയും ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് തിരിച്ചു വരാൻ അള്ളാഹു സുബ്ഹാനഹു തആല ഭാഗ്യം നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ഇസ്സത്തുള്ള ജീവിതം നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു ചെറിയ പരീക്ഷണം പോലും താങ്ങാനുള്ള കെൽപ്പ് നമുക്കില്ല അല്ലേ? അപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്, നമ്മുടെ ഏതൊരു മുറാദും അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വേഗത്തിൽ തന്നെ സാധിപ്പിച്ചു തരുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ് ഈ പരിശുദ്ധ ഷഅബാൻ മാസത്തിലെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു അമല് കൊണ്ട് നടത്താൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഒരു നിശ്ചിത എണ്ണം ഈ ഒരു അമലിനെ നിയ്യത്ത് വെച്ച് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ എത്ര വലിയ പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുകയാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കൊരു മാർഗം കാണിച്ചു തരും. ഇനി ഒരു കാര്യം പറയട്ടെ, ഈ ഒരു അമല് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുകയും അല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണം വെച്ചിട്ടോ ഒരു 33 തവണ വെച്ചിട്ടോ 11 തവണ വെച്ചിട്ടോ 99 തവണ വെച്ചിട്ടോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായിട്ട് ഇങ്ങനെ പോരുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോമത്തിൽ തൊടാൻ പോലും ഒരാളും ധൈര്യം കാണിക്കൂല. പടച്ചോൻ്റെ അത്രയും വലിയൊരു കാവൽ നിങ്ങൾക്കുണ്ടാകും. അതുമാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് പടച്ചോനോട് ഏതൊക്കെ ആഗ്രഹങ്ങൾ പറയുന്നുണ്ടോ ആ ആഗ്രഹങ്ങളെയൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു അമലിനെ ഒരു നിശ്ചിത എണ്ണം കണക്കാക്കി ചൊല്ലുക തന്നെ ചെയ്യാം. അപ്പോൾ സ്ത്രീകൾക്ക്, അശുദ്ധിയായിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇപ്പോൾ ഈ ഷഅബാൻ മാസം തുടങ്ങിയ ടൈമിലൊക്കെ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് ശുദ്ധി ഇല്ലാതായിട്ടുണ്ടാകാം, പീരിയഡ്സ് ആയിട്ടുണ്ടാകാം. അതേപോലെ തന്നെ 15ഉം 20ഉം ദിവസം പീരിയഡ്സ് വരെ ശുദ്ധി ഇല്ലാതെ നടക്കുന്ന സ്ത്രീകളുണ്ടാകാം. അവർക്കൊക്കെ ചൊല്ലി നോക്കാൻ പറ്റുന്ന ഒരു അമല് തന്നെയാണിത്. അള്ളാഹു സുബ്ഹാനഹു തആല ഇത് ചൊല്ലാനും ഇതിൻ്റെ ആ ഒരു ഫലം നമ്മളുടെ ജീവിതത്തിൽ ബറക്കത്തായിട്ട് നൽകാനും തൗഫീക്ക് നൽകട്ടെ എന്നീ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അറിവിനെ എത്തിച്ചു കൊടുക്കണം എന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ, സഹപാഠികൾ, കുടുംബക്കാർ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുക. പരിശുദ്ധമായിട്ടുള്ള ഷഅബാൻ മാസത്തിൻ്റെ പുണ്യമായിട്ടുള്ള ദിനങ്ങളിൽ ഇത്തരം അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിലൂടെ നിങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തു വെക്കാം. ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയൊരു പ്രയാസം വന്നാലും, എത്ര വലിയൊരു ദുഃഖം വന്നാലും, എത്ര വലിയൊരു ബുദ്ധിമുട്ട് വന്നാലും അതിൽ നമ്മളിങ്ങനെ ഞെരിപിരി കൊണ്ട് നടക്കുകയാണ്. എങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുക എന്ന് നമുക്കറിയുന്നില്ല. ഇപ്പോൾ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ,
കൂട്ടുകാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ, ബോസും അതുപോലെ തന്നെ നമ്മളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പുരുഷന്മാർ അനുഭവിക്കാറുണ്ട്. ഇനി സ്ത്രീകളായിക്കോട്ടെ, അവർ വിവാഹം കഴിഞ്ഞ് പോകുകയാണെങ്കിലും അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ഉമ്മയും ഉപ്പയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കുടുങ്ങാണ്, നമ്മളെല്ലാവരും കൂടെ അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ നിന്ന് ആ ഒരു ജയിലിൽ നിന്നൊരു മോചനം എന്ന് പറയുന്ന പോലെ ആ ഒരു കെട്ടുകളിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടണില്ല. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നും, അതേപോലെ തന്നെ ആരും തന്നെ നമ്മൾ എത്രയൊക്കെ ഇത്തരത്തിൽ കെട്ടിപ്പൂട്ടി വെച്ചാലും അതിൽ നിന്ന് പടച്ച തമ്പുരാൻ അവരുടെ ആരുടെയും സഹായമില്ലാതെ പടച്ചോൻ്റെ സഹായത്തോടു കൂടെ നമ്മളെ അതിൽ നിന്ന് റിലീസ് ചെയ്യും. അത്രയും എഫക്റ്റീവാണ് ഈ ഒരു അമലിന്. ചെയ്തവർക്ക് അറിയാം ഇതിൻ്റെ ഒരു ഫലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതേതാണെന്ന് നോക്കാം. പരിശുദ്ധമായിട്ടുള്ള ലാ ഹൗല ദിക്ർ. ലാ ഹൗല ദിക്റിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഞാൻ അത് ഈ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെൻഷൻ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്റിനെ നമ്മളൊരു നിശ്ചിത എണ്ണ പ്രകാരമാണ് നമ്മൾ ചൊല്ലേണ്ടത്. നമ്മളുടെ മനസ്സിൽ എന്തൊരു മുറാദാണെങ്കിലും ആ മുറാദിനെ നിയ്യത്ത് വെച്ചിട്ട് ഇജാബത്ത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെ പടച്ചോൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മളത് ചൊല്ലിത്തുടങ്ങുക. അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചെറിയവർക്കും വലിയവർക്കും എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു അമലിനെ നിയ്യത്ത് വെക്കാവുന്നതാണ്. എണ്ണം ഞാൻ പറയുന്നില്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന എണ്ണം. ഞാൻ ഇപ്പോൾ ഒരു നിശ്ചിത എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ചൊല്ലാൻ കഴിയൂല, കാരണം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയും ചൊല്ലാനുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന എണ്ണം നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് നമുക്ക് കഴിയുന്ന സമയത്ത് നമ്മളത് ചൊല്ലിത്തുടങ്ങാം. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ശഅബാൻ അവസാനം വരെയെങ്കിലും ഈ ഒരു അമലിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുക. അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ നമ്മളുടെ കണ്ണുകൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആരും തന്നെ ഈ ഒരു മഹത്തായിട്ടുള്ള ദിവസത്തിൽ ഈ ഒരു അമലിനെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു അമലിന് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്നെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.